140 മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് പരിശോധിക്കുകയാണ് 24. നമ്മൾ ഇനി പോകുന്നത് തനേഷ് തമ്പിയിലേക്കാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ എന്താണ് നിലവിലെ സ്ഥിതി എന്ന് പരിശോധിക്കാം. കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. തനേഷ് തമ്പിയിലേക്ക്. താങ്ക് യു ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. ബേപ്പൂർ മണ്ഡലത്തിലാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഉള്ളത്. കാരണം നിലവിലെ MLA PA മുഹമ്മദ് റിയാസിനെ എതിരിടാൻ PV അൻവർ രംഗത്തെത്തിയതാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. എന്തായാലും ഈ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു തവണ ഒഴികെ ബാക്കി എപ്പോഴും വിജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷം തന്നെയാണ്. ആ ഒരു ട്രാക്ക് റെക്കോർഡാണ് ഈ മണ്ഡലത്തിനുള്ളത്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PA മുഹമ്മദ് റിയാസ് ഇവിടെ വിജയിച്ചത്. എന്തായാലും ഈ മണ്ഡലം അട്ടിമറിക്കാൻ PV അൻവറിന് കഴിയുമോ എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം ബേപ്പൂരിന്റെ മണ്ഡല ചരിത്രം. CPIM-ന് വലിയ സ്വാധീന ശക്തിയുള്ള മണ്ഡലമാണ് ബേപ്പൂർ. അതേസമയം കോൺഗ്രസിനും അതേപോലെ തന്നെ ലീഗിനുമൊക്കെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും വിജയിക്കുന്നത് CPIM തന്നെയാണ്, ലെഫ്റ്റ് തന്നെയാണ്. എന്തായാലും PA മുഹമ്മദ് റിയാസ് ഇത്തവണ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ PV അൻവറിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത്. കാരണം PV അൻവർ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച നേതാവാണ്. അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ അന്ന് LDF-നൊപ്പമായിരുന്നു, ഇപ്പോൾ UDF-ലേക്ക് വന്നതിന് ശേഷം ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ അത് പിണറായി വിജയനെതിരെയും PA മുഹമ്മദ് റിയാസിനെതിരെയുമുള്ള നേരിട്ടുള്ള മത്സരം, അതായത് വ്യക്തിപരമായ മത്സരം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ചില കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അതായത് ഇവിടെ മത്സരിച്ചത് MK രാഘവനാണ്. അദ്ദേഹത്തിന് വലിയ മേൽക്കൈ നേടാനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,500-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ LDF-ന് നേടാൻ കഴിഞ്ഞുള്ളൂ. അത്തരമൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇവിടെ LDF കാണുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം റിപ്പോർട്ടർ അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട്. അജി, എങ്ങനെയുണ്ട് നമ്മുടെ ബേപ്പൂരിലെ ഒരു സ്ഥിതി? നേരത്തെ തനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മേൽക്കോയ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അവർക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് 1982 മുതൽ CPM ആണ് തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തിൽ ജയിച്ചു പോരുന്നത്. അപ്പോൾ ഇത്തവണ PV അൻവർ നിലമ്പൂരിൽ നിന്ന് വണ്ടി കയറി നേരെ ബേപ്പൂരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അൻവർ പ്രധാനമായും പറയുന്നത് ബേപ്പൂർ മണ്ഡലത്തിൽ വികസനം ഉടച്ചുണ്ട്. ആരോഗ്യ മേഖല മാത്രമല്ല, ബേപ്പൂർ തുറമുഖം അടക്കമുള്ള അതിൻ്റെ അടിസ്ഥാന വികസനം, പശ്ചാത്തല വികസനം, ആരോഗ്യ മേഖലയിലെ വികസനങ്ങളൊക്കെ വലിയ തരത്തിലുള്ള മുരടിപ്പുണ്ട് എന്നാണ് അൻവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രധാനമായും പറയുന്നത് ബേപ്പൂരിനെ ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒന്ന് ബേപ്പൂർ ഫെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ബേപ്പൂരിൻ്റെ മുഖച്ഛായ തന്നെ, അതായത് ഫറൂഖ് പാലം വലിയ ഒരു അടയാളപ്പെടുത്തലാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ അടയാളപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുനരുദ്ധാരണവും മാത്രമല്ല അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയതിലൊക്കെ വലിയ തരത്തിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അപ്പോൾ തൻ്റെ വികസന നേട്ടങ്ങൾ വലിയ തലത്തിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ CPM ക്യാമ്പും ഒപ്പം തന്നെ LDF ക്യാമ്പും ഉയർത്തുന്നുണ്ട്. ഇവിടെ BJP ക്യാമ്പിൽ പ്രധാനമായും പറയുന്നത് അവർ കാലാകാലങ്ങളായി അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്, അത് ഇത്തവണ ഉയർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ആ പ്രതീക്ഷ അവർ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും വരുന്ന ഒരു മണ്ഡലമാണ് ഈ ബേപ്പൂർ നിയോജക മണ്ഡലം. അതിനകത്ത് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായി ജയിച്ചിരിക്കുന്നത് BJPയുടെ ഒരു അംഗമാണ്. അപ്പോൾ BJPക്ക് ശക്തമായ വോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ബേപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിനേക്കാൾ കുറച്ചും കൂടെ വോട്ട് വിഹിതം ഉയർത്താൻ അവർക്ക് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും കഴിഞ്ഞ മുൻപുള്ള തെരഞ്ഞെടുപ്പിലും 26,000-ലധികം വോട്ടുകളാണ് BJP നേടിയത്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടെയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ആണ്. അദ്ദേഹം ഈ നഗരത്തിലെ സമരമുഖങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം BJPയുടെ ഭാഗത്തു നിന്നും ഈ ആദ്യ രണ്ട് മുന്നണികൾക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഈ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും പറഞ്ഞില്ല. ചേട്ടാ, ഈ മണ്ഡലത്തിലല്ലേ വോട്ട്? ഇവിടെ ഏത് മണ്ഡലത്തിൽ? മലപ്പുറം ജില്ല ആണോ? അവിടെ
അത് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഏത് സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? സർക്കാർ ഏത് വന്നാലും നമുക്ക് കണക്കാണ്. നമ്മുടെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ വരട്ടെ. ചേട്ടാ, ഈ മണ്ഡലമാണോ ഇവിടെ ആര് വരുന്നതാണ്? റിയാസായിരിക്കും വിചാരിക്കുന്നു. ശക്തമായ മത്സരമാണ്. കഴിഞ്ഞ തവണത്തെക്കാളും നല്ല മത്സരമല്ലേ? കാരണം PV അൻവർ വന്നതോടുകൂടി. അപ്പോൾ ശരിയാ. ഈ മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സാധാരണ നല്ല അനുഭവമുണ്ട്. ഓക്കെ, അങ്ങനെ വോട്ടർമാരാണ് സംസാരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മണ്ഡലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വീറും വാശിയും കൂടുതലാണ്. PV അൻവർ അതൊരു ശത്രുതാപരമായിട്ടുള്ള സമീപനമാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തി ആവില്ല. ഇപ്പോൾ നമുക്ക് മണ്ഡലത്തിലെ ചില വോട്ടർമാരുടെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കാണാം. ജനശബ്ദം. ബേപ്പൂര് നമ്മളൊരു മരണമാറ്റമാണ് ആവശ്യപ്പെടുന്നത്. അൻവർ ജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. റിയാസ് ജയിക്കും നമ്മളൊന്നും പറയുന്നില്ല. നമ്മളെ അതിലൊരു നിലപാടാണ് പറയുന്നത്. സാധ്യത അൻവറിനുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇടതുവശത്തിൻ്റെ ഒരു കോട്ടാണല്ലോ ഇത്. അതുകൊണ്ട് എന്തെങ്കിലും കുറഞ്ഞതിനെ ജയിക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനെ ജയിച്ചു പോകുള്ളൂ. അവിടെ ത്രികോണ മത്സരം തന്നെയാണ്, കടാകടാണ് നടക്കുന്നത്. ജയിക്കാൻ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടാണിത്. ഇത്രയും കാലത്തിൻ്റെ അടുക്ക് വേറൊരു ഇവിടെ ജയിച്ചിട്ടില്ല. നമ്മളൊക്കെ ആഗ്രഹം ഇവിടെ ഒരു മാറ്റം വരണം. UDF ജയിക്കണം, അൻവർ ജയിക്കണം എന്നാണ്. ആര് ജയിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം ജയിക്കണമെന്ന് പറയും, ഞാൻ ജയിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു തരും. ഇവിടെ ആര് ജയിച്ചിട്ടും ഇപ്പോൾ എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം ഈ രാഷ്ട്രീയക്കാരെ കയ്യിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് ഇപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.